ഹലോ, എബ്ജാം ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ICSEയുടെ 2026 ഒരു സാമ്പിൾ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, കെമിസ്ട്രി ആണ് നോക്കുന്നത്. ഇതിൽ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് സെക്ഷൻ A കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നും ആ ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സെക്ഷനിലുള്ള ടോപ്പിക്സ് നമ്മളൊരു ചെറിയൊരു ബ്രീഫ് ഒരു ഐഡിയ ഞാൻ തരാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ചൂസ് എ കറക്റ്റ് ആൻസർ ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ എലമെൻറ്റ് വിത്ത് ഹയസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഹയസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എന്താണ് അതിൽ മീൻ ചെയ്യുന്നത്? ഹയസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അവർക്ക് എന്തായിരിക്കും ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഓർമ്മ വരേണ്ടത്? ദേ വിൽ ഹാവ് എ സ്മോൾ അറ്റോമിക് റേഡിയസ്. വളരെ ചെറിയ അറ്റോമിക് റേഡിയസ് ഉള്ള ആൾക്കാർക്കായിരിക്കും കൂടുതലായിട്ട് അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെല്ലാം ഉള്ളത് നോബിൾ ഗ്യാസസ് ആണ് അല്ലേ. അപ്പം അതിൽ ഏറ്റവും ചെറിയ അറ്റോമിക് റേഡിയസ് ഉള്ളത് ആർക്കാണ്? ഹീലിയം. അപ്പോൾ ഹീലിയം ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഹീലിയം ഇസ് ഹൈലി സ്റ്റേബിൾ ആണ്. ഓൾറെഡി 1s2 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് അത്രയും പഠിക്കേണ്ട, എന്നാലും അറ്റോമിക് റേഡിയസ് വെച്ചിട്ടാണ് നമ്മളിത് എഴുതുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ഹീലിയം. Next question, which of the following is the correct order of the size of ions? സൈസ് ഓഫ് അയോൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കമ്പയർ ചെയ്ത് നോക്കാം. O2 മൈനസ് ആണ് ഓൾറെഡി ഇവർ തന്നിരിക്കുന്നത്. 2 O2 മൈനസ് ആദ്യം നിൽക്കുന്നുണ്ട്, പിന്നെ Mg2+ ആൻഡ് Na+ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഓർഡർ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയോണിക് സൈസ് എന്ന് പറയുന്നത് എന്തിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഓക്കെ, ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ വാല്യൂ ആണ് നമ്മളിതിൽ എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ Na+ ഞാൻ ആദ്യം നോക്കുവാണ്. Na+ എന്ന് പറയുന്നതിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? വി ഓൾറെഡി നോ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. സോഡിയത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 11 ആണ്. ഇലക്ട്രോൺസ് എത്രയാണ്? ഇവിടെ 1+ ആണുള്ളത് അല്ലേ, Na+ ആണുള്ളത്. അപ്പോൾ വിച്ച് മീൻസ് അതിൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തിട്ടുണ്ട്? ലൂസ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ഇവിടെ 11/10 ആണ് P/E റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനി ഇതിൽ P/E റേഷ്യോ ഇതിൽ വരുന്നത് എത്രയാണ്? 1.1 ആണ് Na+ൻ്റെ വരുന്നത്. ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ Mg2+ നോക്കണം. അടുത്തത് Mg2+ മെഗ്നീഷ്യം വിൽ ബി ഹാവിങ് 12 പ്രോട്ടോൺസ്. 2+ ആയതുകൊണ്ട് 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ 1.2 ആണ് ഇവിടെ നമുക്ക് P/E റേഷ്യോ വരുന്നത്. അടുത്ത തന്നിരിക്കുന്ന എലമെൻറ്റ് ഏതാ നോക്കുക? ഇറ്റ് ഇസ് ഫ്ലൂറിൻ. സോ ഫ്ലൂറിനിൽ മൈനസ് ആണ്, F-. ഓൾറെഡി 9 ആയിരിക്കും പ്രോട്ടോൺസ് ഉണ്ടാവുക. മൈനസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 9/10 വിച്ച് ഈസ് ഈക്വൽ ടു 0.9. അടുത്തത് ഓക്സിജൻ. ഓക്സിജനും 2- ആണ്. ഓൾറെഡി ഉള്ള പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 2- എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്നുണ്ട്. സോ 8/10 ഇസ് ഈക്വൽ ടു 0.8. ഇപ്പം നമുക്കിവിടെ എല്ലാത്തിൻ്റെയും P/E റേഷ്യോ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ ഇങ്ങനെയായിരിക്കും വരിക. ഇതിൽ ഏറ്റവും കുറവ് P/E റേഷ്യോ വരുന്നത് ആർക്കാണ്? O2- ഓക്കെ, ദെൻ വരുന്നത് 0.9 വരുന്ന ഫ്ലൂറിൻ ഉണ്ട്, 1.2 വരുന്ന മെഗ്നീഷ്യം ഉണ്ട്, 1.1 വരുന്ന സോഡിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ എങ്ങനെയായിരിക്കും വരിക? ഓപ്ഷൻ ബി. ഓക്കെ, സോ ദ മോർ അയണിക് സൈസ് എങ്ങനെയായിരിക്കും? അയണിക് സൈസ് വിൽ ബി മോർ ഫോർ ദ P/E വാല്യൂ വിച്ച് വിൽ ബി ഹാവിങ് ലൈക്ക് സ്മോളർ വാല്യൂ ആണെങ്കിൽ അയണിക് സൈസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, അയോണിക് കോമ്പൗണ്ട്സ് ഇൻ ജനറൽ പോസസ് ബോത്ത് എന്തായിരിക്കും? ഇതിൽ അയണിക് കോമ്പൗണ്ട്സ് ആയത് കാരണം നമുക്ക് ഓൾറെഡി അറിയാം ദിൽ ബി ഹാവിങ് എ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. കാരണം ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ലോ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് തന്നിരിക്കുന്നത്, ഓപ്ഷൻ ബി. അതെന്തായാലും റോങ് ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് എടുക്കേണ്ടത്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് നോൺ ഡിറക്ഷണൽ ബോണ്ടാണ് അയണിക് ബോണ്ട്സിൽ അയണിക് കോമ്പൗണ്ട്സിൽ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് വൺ, dilute sulfuric acid will produce white precipitate when added to a solution of. ഏത് സൊല്യൂഷനിലായിരിക്കും നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ കൂടെ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ടാവുക? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് lead nitrate and zinc nitrate
ഓക്കെ, ദെൻ സോഡിയം നൈട്രേറ്റ് ആൻഡ് കോപ്പർ നൈട്രേറ്റ്. അപ്പോൾ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നടക്കുന്നുണ്ടാവുക. ഫസ്റ്റ് നമ്മൾ ലെഡ് നൈട്രേറ്റിൻ്റെ കേസ് നോക്കാം. ലെഡ് നൈട്രേറ്റ് പ്ലസ് H2SO4 ഗീവ്സ് എന്തായിരിക്കും, ഡിസ്പ്ലേസ് ചെയ്യും നൈട്രേറ്റിൻ്റെ അവിടെ നിന്ന് മാറിയിട്ട് നമുക്ക് ആക്ച്വലി ലെഡ് എന്തായിട്ട് കമ്പൈൻ ചെയ്യും, സൾഫേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ലെഡ് സൾഫേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്, റൈറ്റ്. അപ്പോൾ ഈ ലെഡ് സൾഫേറ്റും പിന്നെ നൈട്രിക് ആസിഡ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നൈട്രിക് ആസിഡിൻ്റെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡാണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ് ലെഡ് നൈട്രേറ്റിൻ്റെ വരുന്നത്. ആൻഡ് ഓൾസോ ഫോർ ലൈക്ക് പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ വരുന്നതും ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ലെഡ് നൈട്രേറ്റ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് വരിക. ഓക്കെ, വൈറ്റ് ആയിട്ടുള്ള ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള പ്രിസിപ്പിറ്റേറ്റ് ആയ നമുക്ക് കിട്ടുന്ന ഫോം ലൈക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെഡ് സൾഫേറ്റ്. ഓക്കെ, ലെഡ് സൾഫേറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ആയിട്ടുള്ള ഇൻസൊല്യൂബിൾ പ്രിസിപ്പിറ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇൻ ലബോറട്ടറി കോപ്പർ സൾഫേറ്റ് ഇസ് പ്രിപ്പയർഡ് ബൈ, കോപ്പർ സൾഫേറ്റ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇറ്റ് വിൽ ബി പ്രിപ്പയർഡ് ബൈ ആസിഡിൻ്റെ റിയാക്ഷൻ ആയിട്ട്. അപ്പോൾ ഡീകമ്പോസിഷൻ ബൈ ആസിഡ് ആണ് ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് അനാലിസിസ് ഡീൽസ് വിത്ത് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് അൺനോൺ സബ്സ്റ്റൻസസ്. ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, അപ്പോൾ ഇറ്റ് വിൽ ബി ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഐഡൻറ്റിഫിക്കേഷൻ ഈസ് അബൌട്ട് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അബൌട്ട് ചാൾസ് ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ലോസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ ലോസിനെയും സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഏതിനെ റിലേറ്റ് ചെയ്തിട്ടില്ലാന്ന് ചോദിക്കും. അപ്പോൾ ചാൾസ് ലോ എന്ന് പറയുന്നത് എന്താണ്, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഓക്കെ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് ചാൾസ് ലോയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഓപ്ഷൻ വരിക, വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സൊല്യൂട്ട് ടെമ്പറേച്ചർ ഓർ ടെമ്പറേച്ചർ. ഓക്കെ, നെക്സ്റ്റ്, പെർസെൻറ്റേജ് ഓഫ് കാൽഷ്യം ഇൻ കാൽഷ്യം കാർബണേറ്റസ്. കാൽഷ്യം കാർബണേറ്റിൽ എത്ര പെർസെൻറ്റേജ് ആണ് കാൽഷ്യം ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും, എത്ര പെർസെൻറ്റേജ്, നമ്മളത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക, ഹൗ ടു ഫൈൻഡ് ദ നമ്പർ. ആക്ച്വലി കാൽഷ്യം Ca2+ ആയിട്ടാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 40 gram per mole ആയിരിക്കും, വിച്ച് മീൻസ് 40% ഓഫ് വെയിറ്റ് ആണ് ഇതിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് ആൻ ആർട്ടിക്കിൾ വിത്ത് സിൽവർ. സിൽവറിനെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി സോഡിയം argentocyanide solution. Then, heating an ore in a limited supply of air or in the absence of air at a temperature just below its melting point. Below melting point എന്താ നമ്മൾ ചെയ്യണത്, ആബ്സെൻസ് ഓഫ് എയർ ആണ്. ആബ്സെൻസ് ഓഫ് എയർ ആണെങ്കിൽ അത് എന്താണ്, ഇറ്റ് ഈസ് കാൽസിനേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൈഡ്രജൻ ക്ലോറൈഡ് can be obtained by adding concentrated sulfuric acid to ഏതായിരിക്കണം, നമുക്കിവിടെ ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ക്ലോറൈഡ് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ് ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് നമുക്ക് വായിച്ചാൽ തന്നെ നമുക്കതിൽ ആൻസർ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് അമോണിയ. അമോണിയയിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്, it can be dried by P2O5, H2SO4 and CaCl2. അമോണിയ ഗ്യാസ് എന്ന് പറയുന്നത് ബേസിക് ആണ് അല്ലേ. അപ്പോൾ കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറയുന്നത് ആസിഡ് ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഫോം ചെയ്യുക, വൈറ്റ് ഫ്യൂംസ് ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഫോം ചെയ്യുന്നത്, NH4 twice SO4 P2O5 സോറി ഇത്രയും കോമ്പൗണ്ട്സ് ഉണ്ടാവുക. P2O5 പിന്നെ അതേപോലെ CaCl2 എന്ന് പറയുന്നതും എന്തായിരിക്കും, ഇറ്റ് വിൽ ആക്ച്വലി റിയാക്ട് വിത്ത് അമോണിയ. ഓക്കെ, പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, cannot be used as a drying agent. ഓക്കെ, കാരണം അവർ റിയാക്ട് ചെയ്യും ഇതുമായിട്ട്, അമോണിയ ആയിട്ട്. ഐ തിങ്ക് CaCl2ൻ്റെ ഇക്വേഷൻ പഠിക്കാനുണ്ടാവും ചിലപ്പോൾ. CaCl2 + 8NH3 gives CaCl2 8NH3. ഇത് പഠിക്കണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. P2O5 CaCl2 അതുമായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ഡ്രൈയിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്, ദ പ്രോപ്പർട്ടി ഓഫ് കാർബൺ ടു ഫോം ചെയിൻസ് ആൻഡ് റിങ്സ്. പ്രോപ്പർട്ടി ഓഫ് കാർബൺ എന്ന് പറയുമ്പോൾ തന്നെ അത് ഏതാണ്, കാറ്റനേഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി ആസിഡ്സ് ആർ പോസിബിൾ ഫോർ ദ കോമ്പൗണ്ട് വിത്ത് മോളിക്കുലർ ഫോർമുല C4H8O2. അപ്പോൾ നമുക്കിവിടെ മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്.
അല്ലേ? അപ്പം ആസിഡ് ആണ്. ആസിഡിൻ്റെ നമുക്ക് ഫങ്ഷൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് COOH ആണ് ആസിഡിന് ഉണ്ടാവുക അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ മോളിക്കുലർ ഫോർമുലയിലുള്ള സ്ട്രക്ചറൽ ഫോർമുല നമ്മൾ എന്ത് ചെയ്യുക? വരച്ച് നോക്കുക. 4 കാർബൺ ആണുള്ളത് അല്ലേ? അപ്പോൾ 1 2 3 ലാസ്റ്റ് ഞാൻ COOH കൊടുക്കുന്നുണ്ട്. അപ്പോൾ O ആയി, ഒരു ഹൈഡ്രജൻ ആയി. ബാക്കിയുള്ള പ്ലേസസിൽ നമ്മൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കൗണ്ട് ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് വരച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് ഒരു കോമ്പൗണ്ട് അല്ലേ? ഓക്കെ, 3 4 5 6 7 8 ഹൈഡ്രജൻ 8 ആണ്, കാർബൺ 4 ഉണ്ട്, ഓക്സിജൻ 2 ഉണ്ട്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ തന്നെ ഐസോമർ വരച്ച് നോക്കുക. ഓക്കെ, ഐസോമർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വരയ്ക്കുക? ഇതിൽ ഇപ്പോൾ 3 കാർബൺ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്കിത് എന്ത് ചെയ്യാൻ? ഇനി ബ്രാഞ്ച് ആയിട്ട് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ കാർബണിൽ ഒരു CH3, ഇവിടെയും ഒരു CH3, ഇവിടെ റിമൈനിങ് H ഇവിടെ വരും. അപ്പോൾ 3 6 7 8 ഇവിടെയും ബാലൻസ്ഡ് ആണ്. 8 കംപ്ലീറ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 4 കാർബണും ഉണ്ട്. സോ 1 and 2. ഇനി നമുക്ക് അടുത്തൊരു ഫോം എന്ന് പറയുന്നത് പോസിബിൾ അല്ല, റൈറ്റ്? അപ്പോൾ ഇതിൽ തന്നെ വീണ്ടും ഇനി ഈ ഒരു കാർബണിൽ നമുക്ക് ഒന്നും അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല, റൈറ്റ്? അപ്പോൾ ഇവിടെ മാത്രമേ ബ്രാഞ്ചിങ് പറ്റുള്ളൂ, പോസിബിൾ ആയിരിക്കുള്ളൂ. സോ 2 ആസിഡ്സ് ആണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ ഇറ്റ് ഇസ് 2 ആസിഡ്സ്. Among the following, which alkane is expected to have lowest boiling point? നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ട്രെയിറ്റ് ചെയിൻസിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കുക. സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ എന്തായിരിക്കും? ബോയിലിംഗ് പോയിന്റ് വിൽ ബി ഹയർ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക, ഏറ്റവും സ്ട്രെയിറ്റ് ചെയിൻ കൊടുത്തേക്കുന്ന ഹെക്സെയിൻ ആണ്. അപ്പോൾ ഹെക്സെയിന് കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കുറവ് ആർക്കാണ് ഉണ്ടാവുക? ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ചെയിൻസിനായിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളത് ആർക്കാണ്? ഓപ്ഷൻ D, 2,2 ഡൈമെത്തിൽ ബ്യൂട്ടൈൻ ആണ് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളത്. സോ അതായിരിക്കും എന്താണ് ലോ അല്ലെങ്കിൽ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ചൂസ് ദ കറക്റ്റ് ആൻസറിൽ വരുന്ന ടോപ്പിക്സ്. ഇതിൽ നമുക്ക് എന്തായാലും ഷോർട്ടായിട്ട് നമുക്ക് ഇത്ര കോൺസെപ്റ്റ്സ് അറിഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ കാർബണിൻ്റെ ഈ കാറ്റനേഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ്? അതേപോലെ കാൽസിനേഷൻ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചാൾസ് ലോ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു 3 മാർക്ക് അവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ദെൻ സോൾട്ട് അനാലിസിസിൻ്റെ ചോദിച്ചിട്ടുണ്ട്, ക്വാളിറ്റേറ്റീവ്, അതും ഡയറക്റ്റ് ആണ്. സോ 4 മാർക്കായി അല്ലേ? ഇനി ഫസ്റ്റ് വൺ അയണൈസേഷൻ പൊട്ടൻഷ്യലിൻ്റെ അപ്പോൾ 5 മാർക്സ് ഷോർട്ടായിട്ട് നമുക്ക് കിട്ടുക. അയണിക് കോമ്പൗണ്ട്സിൻ്റെ ഓൾസോ 6 മാർക്സ് എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ടായിട്ടുള്ള നമുക്ക് എന്താണെങ്കിലും നമുക്ക് കെമിസ്ട്രിയുടെ ബേസിക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ 10th നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് ഈ 6 മാർക്സ് എന്ന് പറയുന്നത് അല്ലേ? ബാക്കി ഞാൻ എന്തൊക്കെ കോൺസെപ്റ്റ്സ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്കതിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ സൈസ് ഓഫ് അയോൺസ് നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണത്? P/E റേഷ്യോ നോക്കും. ഓക്കെ, ആൻഡ് P/E റേഷ്യോ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? അവരുടെ സൈസ് കുറവായിരിക്കും. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് കോൺസെപ്റ്റ് വൈസ് നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ഇവിടെയുള്ള ഈ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിട്ടുള്ള റിലേഷൻ ആയിരുന്നു. പിന്നെ ഐസോമറിൻ്റെ കാര്യം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ പോയാലും ബേസിക് കോൺസെപ്റ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മാർക്സ് നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, 10 to 12 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല ഇതിൽ, ഈ ഒരു സാമ്പിൾ പേപ്പറിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണുള്ളത്. ഇവിടെ നമ്മളൊന്ന് ചെറുതായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും വി ക്യാൻ ആക്ച്വലി യൂസ് ദ, നമുക്ക് എന്താ പറയുക, ആലോചിച്ചിട്ട് നമുക്ക് തിങ്ക് ചെയ്ത് നോക്കാൻ പറ്റും എങ്ങനത്തെ ആൻസേഴ്സ് ആയിരിക്കും വരിക എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺഫ്യൂഷൻ വരുവാന്ന് വിചാരിക്കുക. ഫോർമുലാസ് കാണുന്ന സമയത്തും അതേപോലെ ഇക്വേഷൻ കാണുന്ന സമയത്ത് ഇത് പ്രോപ്പർട്ടീസിൽ വരുന്നതാണോ, ഇത് ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷനിൽ വരുന്നതാണോ എന്നുള്ള ഡൗട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കണ്ടീഷൻസ് തന്നിട്ടുണ്ടോ നോക്കുക. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ KNO3 + H2SO4 അവിടെ ബ്രാക്കറ്റിൽ അവർ കോൺസെൻട്രേറ്റഡ് ആണെന്ന് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് അല്ലേ? അത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്. ഇപ്പോൾ H2SO4ൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നതാണ്, ആ ഒരു സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം പ്രൊഡക്റ്റിൽ എന്തായിരിക്കും കിട്ടുക, ഒരു സൾഫേറ്റ് ആയിരിക്കും കിട്ടുക, കാരണം അത് റീപ്ലേസ് ചെയ്യുമല്ലോ, റൈറ്റ്? ഇവിടെ KNO3 ആണ് അവർ യൂസ് ചെയ്തേക്കണേ അല്ലേ? നേരത്തെ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷനിൽ,
മൾട്ടിപ്പിൾ ചോയ്സ് വന്നപ്പോൾ ഈ ലെഡ് നൈട്രേറ്റിൻ്റെയും പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെയും കേസ് ഞാൻ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതെന്താണ്? പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ്. നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടെണ്ണം. ലെഡ് നൈട്രേറ്റും ആയിട്ടുള്ള റിയാക്ഷനും പൊട്ടാസ്യം നൈട്രേറ്റും ആയിട്ടുള്ള റിയാക്ഷനും. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ ഇനി താഴോട്ട് നമ്മൾ സെക്ഷൻ ബിയിലോട്ട് പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട് ഇതേ സെക്ഷനിൽ. ഓക്കെ, അപ്പോൾ H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് മെയിൻ പ്രൊഡക്റ്റ് എന്താ കിട്ടുക? HNO3 ആണ് അവിടെ മെയിൻ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത്. റിമൈനിങ് ഉള്ളത് എന്തായിരിക്കും? സൾഫേറ്റ് ആയിരിക്കും, which is KHSO4 ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത് നൈട്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ ഉള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ CuNO3 ട്വൈസ്. ഡയറക്റ്റ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന പോലെയാണ് അല്ലേ. അപ്പോൾ CuNO3 ട്വൈസ് നൈട്രേറ്റ് ആണ് എവിടെയും. അപ്പോൾ നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനും. ബാക്കി എന്താ ഉള്ളത്? കോപ്പർ ഓക്സൈഡ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് നോക്കുക. 2 കോപ്പർ ഉണ്ട്, അപ്പോൾ 2, ദെൻ ഇത് 4, 2 2 4 ഉണ്ട്, അപ്പോൾ ഇവിടെ 4 വരും. റിമൈനിങ് ബാലൻസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് നൈട്രിക് ആസിഡിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് KOH + HNO3 അല്ലേ. അപ്പോൾ ആസിഡും ബേസും അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? നമുക്ക് കറസ്പോണ്ടിങ് സോൾട്ട് ആൻഡ് വാട്ടർ, വിച്ച് ഇസ് KNO3 ആൻഡ് H2O. നെക്സ്റ്റ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. HNO3 ആയിട്ടുള്ള 3 റിയാക്ഷൻസ്. ഫസ്റ്റ് അത് തേർഡ് വൺ നമുക്ക് ഈസി ആയിട്ട് അറിയാം, ആസിഡ് പ്ലസ് ബേസ് ഗീവ് സോൾട്ട് പ്ലസ് വാട്ടർ എന്നുള്ളത്. ഫോർത്ത് ആൻഡ് ഫിഫ്ത്തിൽ പ്രൊഡക്റ്റ് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. ഇവിടെ വരുന്നത് H3PO4ഉം ഓക്കെ, ബാക്കിയുള്ള 2 പ്രൊഡക്റ്റ് രണ്ടും സെയിം ആയിരിക്കും. എന്തായിരിക്കും? നൈട്രജൻ ഡൈ ഓക്സൈഡും വാട്ടറും. അതിപ്പോൾ അടുത്തതിലും സെയിം ആയിരിക്കും. അടുത്തതിൽ വന്നിട്ട് കാർബൺ ആയതുകൊണ്ട് അവിടെ ഫോം ചെയ്യുന്നത് ആരായിരിക്കും? കാർബൺ ഡയോക്സൈഡ് ആണ്. ഇവിടെ ബാലൻസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് എപ്പോഴും ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. ആദ്യം ഇക്വേഷൻ ജസ്റ്റ് എഴുതുക, എന്നിട്ട് നമ്പർ ബാലൻസ് ചെയ്യാൻ നോക്കിയാൽ മതി. ഓക്കെ, സോ ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇവിടെ 5 മാർക്സിൽ എങ്ങനെ പോയാലും HNO3 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് 4 മാർക്ക് കിട്ടും അല്ലേ. നെക്സ്റ്റ് വൺ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഡയഗ്രാം ബിലോ ഈസ് ടു പ്രിപ്പയർ iron 3 chloride in the laboratory. What is substance B? B എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി കാൽഷ്യം ക്ലോറൈഡ് ആണ് കേട്ടോ. സബ്സ്റ്റൻസ് ബി എന്ന് പറയുന്നത് CaCl2. നമ്മൾ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏജന്റ് ആണ്. ഓക്കെ, FeCl നമുക്ക് FeCl3 ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് കാൽഷ്യം ക്ലോറൈഡ് ആയിരിക്കും. അതും ആൻഹൈഡ്രസ് ആയിട്ടുള്ള കാൽഷ്യം ക്ലോറൈഡ് ആണ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജന്റ്. കാരണം എന്താണ്? മോയ്സ്ചറിനെ ഉള്ളിലോട്ട് അലൗ ചെയ്യില്ല. ഇനി നമ്മൾ ക്ലോസ്ഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തരുവാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്മളൊരു കോമ്പൗണ്ടിനെ ക്ലോസ്ഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെക്കുന്നത്? ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അറ്റ്മോസ്ഫിയറിലുള്ള മോയ്സ്ചറായിട്ട് അത് റിയാക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളത് ക്ലോസ് കണ്ടെയ്നറിൽ വെക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ക്ലോസ് കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിന് വരുന്ന സമയത്ത് എപ്പോഴും ആൻസർ ആയിട്ട് ഇതേ വരുള്ളൂ. കാരണം എന്താ? ക്ലോസ് ചെയ്ത് വെക്കുന്നതിന് അർത്ഥം അത് എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താവും? വേറെ കോമ്പൗണ്ട്സ് ആയിട്ട് അത് മാറുന്നുണ്ടാവും. ഇനി ഇതിന് റിയാക്ഷൻ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമുക്ക് ഉള്ളത് Fe3 ആണല്ലേ. FeCl3 ആണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായിരിക്കും? Fe + Cl2 gives FeCl3. ഒന്ന് ബാലൻസ് ചെയ്യാം. Cl3 ആണല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 വരും. ഇവിടെ 2 കൊടുക്കണം ആൻഡ് Fe ഓൾസോ 2 വരും. 2Fe + 3Cl2 gives 2FeCl3. Next one, energy required to move an electron from a neutral isolated gaseous atom and convert it into a positively charged gaseous ion is called. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള gaseous ion ആയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ ഇതിൽ ഏതാണ്? ലൂസ് ചെയ്യേണ്ട കാര്യം പറയണ്ടല്ലേ. റിമൂവ് ആൻ ഇലക്ട്രോൺ, എനർജി ടു റിമൂവ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് എന്തായിരിക്കും? അയണൈസേഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, സൊല്യൂബിൾ സോൾട്ട്സ് ആർ പ്രിപ്പയർഡ് ബൈ. സൊല്യൂബിൾ സോൾട്ട് നമ്മൾ പൊതുവെ പ്രിപ്പയർ ചെയ്യുന്നത് ഏത് റിയാക്ഷനിലൂടെയാണ്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. അറ്റ് ദ സെയിം ടൈം ഇൻസൊല്യൂബിൾ ആണെങ്കിൽ നമുക്കറിയാം പ്രിസിപ്പിറ്റേറ്റ് ആയിട്ടാണ് ഫോം ചെയ്യുക അല്ലേ. സോ ഇറ്റ് വിൽ ബി precipitation reaction. Okay, next one. N is equal to molecular mass by. ഇത് നമ്മൾ എംപിരിക്കൽ ഫോർമുല മോളിക്കുലർ ഫോർമുലയുടെ കോൺസെപ്റ്റ് വരുന്നതാണ്. N എന്ന് പറയുന്നത് എന്തായിരിക്കും? മോളിക്കുലർ മാസ്. നമ്മൾ എംപിരിക്കൽ ഫോർമുല ആദ്യം ഫൈൻഡ് ചെയ്തതിന് ശേഷം വിൽ ബി ഫൈൻഡിങ് എംപിരിക്കൽ ഫോർമുല മാസ്.
ഓക്കെ, സോ എൻ ഇസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ബൈ എംപിറിക്കൽ ഫോർമുല മാസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മോളിക്കുലർ ഫോർമുല എന്താ ചെയ്യുക? മോളിക്കുലർ ഫോർമുലയുടെ ഒരു ഇതുണ്ടല്ലോ, ഇക്വേഷൻ എന്തായിരുന്നു? എംപിറിക്കൽ ഫോർമുല ഇൻറ്റു എൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡാഷ് ഈസ് ആൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആറ്റം. ഇലക്ട്രിക്കലി ചാർജ്ഡ് ആറ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് അയോൺ. ഓക്കെ, സോ ഡാഷ് ഈസ് എ പോസിറ്റീവ്ലി ഇലക്ട്രിക്കലി ചാർജ്ഡ് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റം ആണെങ്കിൽ കാറ്റയോൺ, നെഗറ്റീവ് ആണെങ്കിൽ ആനയോൺ. ഡാഷ് ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 ആർ ദ റിയാക്ടൻസ് യൂസ് ഡ്യൂറിങ് പ്രിപ്പറേഷൻ ഓഫ് നൈട്രിക് ആസിഡ് ഇൻ ലാബോറട്ടറി. ഇതാണ് ഞാൻ നേരത്തെ ഇക്വേഷനിൽ പറഞ്ഞില്ലേ, സെക്ഷൻ ബിയിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, സെക്ഷൻ എയിലും കൂടെ ഇത് കണ്ടോ, അതേ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ലെഡ് നൈട്രേറ്റ് പറയാം, അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റും പറയാം. ഈസി ആയിട്ടുള്ള ഏതാണോ അത് എഴുതാം. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് പൊട്ടാസ്യം നൈട്രേറ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് അതാണ്. നെക്സ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ, ഐസ് ലൈക്ക് ക്രിസ്റ്റൽസ് ഫോംഡ് ഓൺ കൂളിംഗ് ഓൺ ഓർഗാനിക് ആസിഡ് സഫീഷ്യൻറ്റ്. ഓർഗാനിക് ആസിഡ് ആണ്, ഇനോർഗാനിക് അല്ല. അപ്പോൾ ഓർഗാനിക്കിൽ വരുന്ന ആസിഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ആരാണ്? അസിറ്റിക് ആസിഡ് ആണ്. അപ്പോൾ ഐസ് ലൈക്ക് ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ്. Next one, identify, name the following gas produced by the action of concentrated sulfuric acid on sodium chloride. ക്ലോറൈഡ് ആണ് അല്ലേ? അപ്പോൾ സൾഫ്യൂരിക് ആസിഡും സോഡിയം ക്ലോറൈഡും HCl. ഇതും നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. NaCl എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്ന ചൂസ് എ കറക്റ്റ് ആൻസറിലുള്ള ക്വസ്റ്റ്യൻ ആണത്. സെയിം തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെയിം ഓഫ് ദാറ്റ് പ്രോസസ് ബൈ വിച്ച് ഇംപ്യൂരിറ്റീസ് ഫ്രം മെറ്റൽ ആർ റിമൂവ്ഡ് ഇലക്ട്രോലിറ്റിക്കലി റിമൂവിങ്ങിന് എന്താ പറയുക? നമ്മൾ റിഫൈനിങ് എന്നാണ് പറയുക. അപ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതാം കേട്ടോ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. നെയിം ദ aqueous salt solution used for testing sulfate radical. സൾഫേറ്റ് റാഡിക്കലിന് നമ്മൾ വേണ്ടി യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതായിരിക്കും? aqueous salt എന്ന് പറഞ്ഞിട്ടുണ്ട്, aqueous salt solution. ഓക്കെ, സോ ബാരിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ. നെക്സ്റ്റ്, ഇൻ പീരിയഡ് 3 മോസ്റ്റ് മെറ്റാലിക് എലമെൻറ്റ്, മെറ്റാലിക് ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെൻറ്റ് വിൽ ബി സോഡിയം. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് ഫ്ലൂറിൻ ആൻഡ് സോഡിയം ആൻഡ് അലുമിനിയം ഇൻ സോഡിയം അലുമിനിയം ഫ്ലൂറൈഡ്. നമുക്ക് ആറ്റമിക് മാസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ആദ്യം എന്ത് ചെയ്യുക? മോളാർ മാസ് ഫൈൻഡ് ചെയ്യാലോ. Na3AlF6ൻ്റെ മോളാർ മാസ് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യണം. സോ Na3AlF6. ഓക്കെ, നമുക്കറിയാം Na3 ആണല്ലേ, അപ്പോൾ എത്ര വരും? 23 അല്ലേ? 23 × 3+. ദെൻ അലുമിനിയം ഉണ്ട്, അലുമിനിയത്തിൻ്റെ ആറ്റമിക് നമ്പർ 27 ആണ്, ഒന്നേ ഉള്ളൂ. ദെൻ ഫ്ലൂറിൻ വന്നിട്ട് 19 ആണ്, സോ 6 ഉള്ളതുകൊണ്ട് 6 × 19. So 23 × 3 will be 69 plus 27 plus 114, 210 വരുന്നുണ്ട്. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള മാസ്. അപ്പോൾ ഇതിൽ ഫ്ലൂറിൻ എത്രയുള്ളത്? നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ പെർസെൻറ്റേജ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഫ്ലൂറിൻ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഫ്ലൂറിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 19 ആണല്ലേ? അപ്പോൾ നമ്മളിവിടെ 6 ആണുള്ളത്, 6 ഉണ്ട്. അപ്പോൾ 19 × 6/210 × 100. രണ്ടാമത്തെ അതിൽ നമുക്ക് സോഡിയത്തിൻ്റെ പെർസെൻറ്റേജും ഫൈൻഡ് ചെയ്യണം. സോഡിയം എത്രയുള്ളത്? 23 ആണ്, 3 ഉണ്ട്. അപ്പോൾ 23 × 3 ഡിവൈഡഡ് ബൈ 210 × 100. തേർഡ് വൺ അതേപോലെ അലുമിനിയം ഉണ്ട്. അലുമിനിയം ആകെ ഒന്നേ ഉള്ളൂ, സോ 27 ഡിവൈഡഡ് ബൈ 210 × 100. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ സീറോസ് ഒക്കെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് ഫസ്റ്റ് വണ്ണിൽ ദിസ് വിൽ ബി 7, ഇവിടെ 2, യാ, സോ ഐ തിങ്ക് 54.3% വരും. നെക്സ്റ്റ് വൺ യു വിൽ ബി ഗെറ്റിംഗ്, സോ 54.3 വരുമ്പോൾ 54 ആയിട്ട് എടുക്കാം. അടുത്തത് അലുമിനിയത്തിൻ്റെ കേസിൽ 32.8 ആയിരിക്കും വരിക, സോ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 33% ആയിട്ട് എടുക്കും. സോറി, സോഡിയത്തിൻ്റെ കേസിൽ. അലുമിനിയത്തിൻ്റെ കേസിൽ നമ്മൾ എത്ര കിട്ടും? 12.8
86 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. എല്ലാത്തിൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല എഴുതുക കേട്ടോ, എന്നിട്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണത് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. Name the charged particles which attract one another to form electrovalent compounds. ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട് ആയിട്ട് വരേണ്ട ചാർജ് പാർട്ടിക്കിൾസ് ആരൊക്കെയാണ്? കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. In formation of electrovalent compounds, electrons are transferred from one element to another. How are electrons involved in formation of a covalent bond? Covalent bond എന്താ ചെയ്യുക? അവർ ട്രാൻസ്ഫറിങ് അല്ല ചെയ്യുക, they share the electrons. ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്തിൽ നടക്കുന്നത്? കോവാലന്റ് കോമ്പൗണ്ടിൽ നടക്കുന്നത്. അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ, അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തായിരിക്കും? പോസിറ്റീവും അടുത്ത ആൾ നെഗറ്റീവ് ആവും. ഓൺ ദ അതർ ഹാൻഡ് കോവാലന്റ് കോമ്പൗണ്ടിൽ എന്താ ഉണ്ടാവുക? ഷെയർ ചെയ്യാണ് ചെയ്യുക. എക്സാമ്പിൾ കാർബൺ. The electronic configuration of nitrogen is 2,5. How many electrons in the outer shell of a nitrogen atom are not involved in the formation of a nitrogen molecule? മോളിക്യൂളിൻ്റെ ഫോർമേഷനിൽ ഇല്ലാത്ത ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ ബോണ്ട് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരുടെ എണ്ണ ചോദിച്ചേക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ? നൈട്രജൻ എത്ര എണ്ണ ഉള്ളത്? 2 ആണ് ഉള്ളത്. ഓക്കെ, 3 ഇലക്ട്രോൺസ് വന്നിട്ട് ബോണ്ട് ഫോർമേഷൻ. ഫോർ എക്സാമ്പിൾ ഇതൊരു നൈട്രജൻ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് അവരുടെ ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവുക. 5 ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ ഈ 3 ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുക? ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യണത്. ഓക്കെ, പക്ഷെ 2 ഇലക്ട്രോൺസ് എന്തിനില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല. ആ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ലോൺ പെയർ ആണുള്ളത്. സോ ഇവിടെ 2 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ചെയ്യാത്തത്. ഓക്കെ, ഇത്രയാണ് സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സെക്ഷൻ ബിയിലുള്ളത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ താങ്ക് യു.